ബാക്കിലാണെങ്കിൽ ഇതുപോലെ നിറച്ച് വലകൾ കെട്ടിയിട്ട് അതിന്റെ മേലെ കൂടെയൊക്കെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികൾ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ ഒന്ന് പൊന്തിച്ച് അമ്മന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കണം കേട്ടോ. അവൻ എന്നെ ഇങ്ങനെ വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വേറെ ഇങ്ങോട്ടും അല്ല കേട്ടോ. സ്കൂളിന്റെ ബാക്കിലാണെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ട്. അതിലാണെങ്കിൽ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ. എനിക്ക് മിഠായി മാത്രം മതിയമ്മ, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്നെ കടലോട്ട് കൂട്ടിക്കൊണ്ടുപോയവനാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അവന്റെ സ്വഭാവം മൊത്തം മാറിട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഓരോ ചോക്കോബാർ ഞങ്ങൾ 3 പേരും വാങ്ങിച്ച് അവിടെ ചെന്നപ്പോഴാണ് പൂമ്പാറ്റയുടെ ചെടികൾ ധാരാളം കണ്ടിട്ടോ. പൂമ്പാറ്റ ചെടിയിൽ നിറച്ച് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു. മോനൂസ് ആണെങ്കിൽ അവൻ എപ്പോൾ പൂമ്പാറ്റിനെ കണ്ടാലും പിടിക്കലൊരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഒരെണ്ണത്തിന് പിടിച്ചിട്ട് അവൻ പറത്തി വിട്ടു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചോക്കോബാർ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടോ. ഒരു സൈഡിൽ നിന്ന് ചോക്കോബാറൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കേൾക്കുന്നില്ല. അവർ നടന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് തുറക്കത്തുള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ കേട്ടോ. ആദ്യം നമ്മൾ മേടിച്ച ഓക്കലൈസ് ആണ്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇവർ വാശി പിടിച്ച് മേടിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ നമ്മുടെ പുളിപ്പൊടി കേട്ടോ. പുളിപ്പൊടി പണ്ടൊക്കെ നമുക്ക് ഓപ്പൺ കവറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വിജയിൻ്റെ ഒക്കെ സിമ്പിളിൽ ഒരു കവറിലാണ് കിട്ടിയിട്ടോ. പിന്നെ പുളിമിഠായി മേടിച്ചു. അപ്പോഴാണ് സഞ്ജു അങ്ങനെ സഞ്ജുവിനും കുറച്ച് മിഠായി കൊടുത്തു. പിന്നെ നമ്മൾ മേടിച്ച് ചോക്കോ ചൊക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.